ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കേറെ താല്പര്യമുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടുള്ള പഠനത്തെക്കുറിച്ചാണ്. എനിക്ക് അപ്പോൾ മൊബൈൽ ലേണിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് മൊബൈൽ ലേണിംഗ്? പറയാം. മൊബൈൽ ലേണിംഗ് എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മൊബൈൽ ടാബ്ലറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്മാർട്ട് ഫോൺസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ലേണിംഗ് അല്ലേ? നോക്കാം. മൊബൈൽ ലേണിംഗ് ഓർ ലേണിംഗ് ഈസ് ലേണിംഗ് അക്രോസ് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റ് ത്രൂ സോഷ്യൽ ആൻഡ് കണ്ടൻറ് ഇൻ്ററാക്ഷൻസ് യൂസിങ് എ പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ്. ഒരു പേഴ്സണൽ ഇലക്ട്രോണിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അതിനെയാണ് നമ്മൾ മൊബൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. മൊബൈൽ ലേണിംഗ് ഓൾസോ നോൺ ആസ് ലേണിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലേണിംഗ് അല്ലെങ്കിൽ മൊബൈൽ ലേണിംഗ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം. അപ്പോൾ മൊബൈൽ ലേണിംഗ് എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. മൊബൈൽ ലേണിംഗ് സപ്പോർട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മൊബൈൽ ഡിവൈസസ് എ കണ്ടിന്യൂസ് ആക്സസ് ടു ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ മൊബൈൽ ലേണിംഗ് സപ്പോർട്ട്സ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൊബൈൽ ഡിവൈസസ് അല്ലേ? അപ്പോൾ മൊബൈൽ ഡിവൈസസ് ഉപയോഗിച്ചിട്ട് അതാണ് ലേണിങ്ങിനെ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആക്സസ് ഓഫ് ലേണിംഗ് പ്രോസസ്സ്. കണ്ടിന്യൂസ് ആക്സസ് ആണ് മൊബൈൽ ലേണിങ്ങിന് ഉള്ളത്. ദിസ് ക്യാൻ ബി ആൻ അപ്ലയൻസസ് ലൈക്ക് യുവർ ഫോൺ, ലാപ്ടോപ്പ് ഓർ ടാബ്ലറ്റ്. അപ്പോൾ ഇത് ഏതൊക്കെ അപ്ലയൻസസ് അത് ആണ് നമ്മൾ ഏതൊക്കെ വഴിയാണ് നമ്മൾ ലേണിംഗ് നമുക്ക് നടത്താൻ പറ്റുക? ഫോൺ വഴി, ലാപ്ടോപ്പ് വഴി അല്ലെങ്കിൽ ടാബ്ലറ്റ് വഴിയൊക്കെ നമുക്ക് ലേണിംഗ് നടത്താം. അപ്പോൾ ലേണിംഗ് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങളിപ്പോഴും എന്ത് ഡൗട്ട് വന്നാലും അല്ലെങ്കിൽ എന്താണെങ്കിലും മൊബൈൽ എടുക്കുന്നു, സെർച്ച് ചെയ്യുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ നമുക്ക് അതുവഴി നമുക്ക് കിട്ടുന്ന വിവരങ്ങളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ പെട്ടതാണ്. ലേണിംഗ് ഫോക്കസസ് ഓൺ മൊബിലിറ്റി ഓഫ് ദ ലേണർ ഇൻ്ററാക്ടിങ് വിത്ത് പോർട്ടബിൾ ടെക്നോളജീസ്. അപ്പോൾ മൊബൈൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പോർട്ടബിൾ ടെക്നോളജീസ് ആണ്. ഒരു സ്ഥലത്ത് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം അല്ലേ? ഈസിലി പോർട്ടബിൾ ആണ്. ഇത് ലേണറുടെ മൊബിലിറ്റിയാണ് ഇവിടെ പ്രാധാന്യം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പഠിക്കാം അല്ലേ? ഏത് സമയം വേണമെങ്കിലും പഠിക്കാം. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പഠിക്കാം. learning is collaboration, networking, accessing information when most relevant, learning at any time or any place that fits you. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്ഥലത്ത് നിന്നും അറ്റ് എനി ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലേണിംഗ് ചെയ്യാൻ പറ്റും. ഗെറ്റിംഗ് യുവർ കോണ്ടെക്സ്റ്റ് ഇൻ ടു ലേണിംഗ് കർവ്, ആൻ ഐഡിയൽ ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് കണ്ടിന്യൂഡ് എഡ്യൂക്കേഷൻ. ഇതെന്താണ്? ഐഡിയൽ ലൈഫ് ലോങ് ലേണിംഗ് ആണ് അല്ലേ? ഇപ്പം നമ്മൾ സാധാരണ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത്ര ടൈം ഡ്യൂറേഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അല്ലേ? പക്ഷേ ലേണിംഗ് എന്നുള്ള ഈ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ നമുക്ക് എന്താണ്? ലൈഫ് ലോങ് ലേണിംഗ് ആണ് അല്ലേ? നമ്മൾ ലൈഫ് ലോങ് ലേണിംഗ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു എന്താ പറയുക, എഡ്യൂക്കേഷണൽ സിസ്റ്റം തന്നെയാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇനി ലേണിങ്ങിന് നമ്മളെ സഹായിക്കുന്ന മൊബൈൽ ലേണിംഗ് ഡിവൈസസ് അല്ലെങ്കിൽ ലേണിംഗ് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത്. അപ്പോൾ മൊബൈൽ ലേണിംഗ് അല്ലെങ്കിൽ ലേണിംഗ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? ലേണിംഗ് എന്താണ്? ലേണിംഗ് ഇതൊരു എന്താ പറയുക, എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ്. ലേണിംഗ് ഈസ് ആൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം. മൊബൈൽ ലേണിംഗ് സപ്പോർട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് മൊബൈൽ ഡിവൈസസ് എ കണ്ടിന്യൂസ് ആക്സസ് ടു ദ ലേണിംഗ് പ്രോസസ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്ലയൻസസ് പറഞ്ഞു, ലാപ്ടോപ്പ്, മൊബൈൽ, അതുപോലെ തന്നെ ടാബ്ലറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലേണിംഗ് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. ലേണിംഗ് എന്ന് പറയുന്നത് ഇസ് എ കൊളാബറേഷൻ, നെറ്റ്വർക്കിംഗ്, ആക്സസിങ് ഇൻഫർമേഷൻ വെൻ യു മോസ്റ്റ് റെലവൻറ്റ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക്
അഡോപ്റ്റ് ചെയ്യാം. ലേണിംഗ് എനി ടൈം ലേണിംഗ് ആണ് എം ലേണിങ്ങിൻ്റെ ഒരു എന്താ പറയുക പ്രത്യേകത. ഇനി ഡിവൈസസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, സെൽ ഫോൺസ്. The simplest of them all, but still fairly powerful. They can be used for group discussion via text messaging, and since so many cell phones have cameras, they are useful for photography based project as well. Students can also record themselves reading stories allowed for writers, വർക്ക്ഷോപ്സ് ഓർ പ്രാക്ടീസിങ് സ്പീച്ചസ്. അപ്പോൾ നമുക്ക് സെൽഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സിംപ്ലസ്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പവർഫുള്ളാണ് സെൽഫോൺസ് അല്ലേ. അപ്പോൾ സെൽഫോൺസ് വഴി നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം. അതെങ്ങനെ? മെസ്സേജ് വഴിയൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്താം. പിന്നെ ഇപ്പോഴത്തെ എല്ലാ സെൽഫോൺസിലും എന്തുണ്ട്? ക്യാമറ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ക്യാമറ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ലേണിംഗ് മെറ്റീരിയൽസ് ഫോട്ടോ എടുത്ത് വയ്ക്കാം. അങ്ങനെ എന്താ പറയുക, ഫോട്ടോഗ്രാഫി ബേസ്ഡ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, നമുക്ക് ആവശ്യമാണ്, നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഫോട്ടോ എടുത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം നമുക്ക് ഫോൺ വഴി. പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് വായിച്ച് പഠിക്കാം അല്ലേ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് റെക്കോർഡിങ്സ് ഇതിൽ സേവ് ചെയ്ത് വെക്കാം. നമ്മൾ വായിച്ച സ്റ്റോറീസൊക്കെ റെക്കോർഡ് ചെയ്ത് എന്ത് വേണമെങ്കിലും. അപ്പോൾ സ്റ്റോറിങ് കപ്പാസിറ്റി ഉണ്ട്, വീഡിയോസായിട്ടും ഓഡിയോസായിട്ടും അതുപോലെ തന്നെ മെസ്സേജസൊക്കെ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും എല്ലാത്തിനും പറ്റും. അപ്പോൾ മൊബൈൽ ലേണിംഗ് ഡിവൈസസിലൊരു പ്രധാനപ്പെട്ടതാണ് സെൽഫോൺ. അതിൻ്റെ യൂസ് നമ്മൾ പറയേണ്ടായി. നെക്സ്റ്റ് വൺ, ഇ ബുക്ക് റീഡേഴ്സ്. Their fundamental function of course is for reading books and storing entire libraries. They also provide easy access to dictionaries. Many students also use their e-book reader as a replacement for their daily newspaper. അപ്പോൾ ഡെയിലി ന്യൂസ് പേപ്പറിന് റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ട് ഇ ബുക്ക് റീഡേഴ്സൊക്കെ ഉപയോഗിക്കുന്നു ഒരുപാട് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. Since they can read various editions and magazines on it, well-known brands include Amazon's Kindle and Barnes and Noble's Nook. ഇതൊക്കെ താഴെ ലാസ്റ്റ് പറഞ്ഞത് എന്താണ്? ഇതിൻ്റെ ഇ ബുക്ക് റീഡേഴ്സിൻ്റെ ബ്രാൻഡുകളുടെ പേരാണ് അവസാനം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ റീഡിംഗ് ബുക്സ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇ ബുക്ക് റീഡർ. അപ്പോൾ ഇ ബുക്ക് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് ബുക്ക് റീഡറാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ബുക്ക് റീഡർ അല്ലെങ്കിൽ ഇ ബുക്ക് റീഡർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതിൻ്റെ ഫങ്ഷൻസ് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? റീഡിങ് ബുക്സ് ആൻഡ് സ്റ്റോറിങ് എൻ്റയർ ലൈബ്രറീസ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും ബുക്സൊക്കെ. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതും നമുക്ക് എന്താണ് തരുന്നത്? ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. നമുക്കൊരു നോളജ് ഉണ്ടാക്കി തരാണ് ഇതിലൂടെ എല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഇതും ഒരു എന്താ പറയുക മൊബൈൽ ലേണിംഗ് ഡിവൈസാണ്. നെക്സ്റ്റ് വൺ, ടാബ്ലറ്റ്സ്. ആപ്പിൾസ് ഐപാഡ്, ദ Kindle Fire and the Galaxy are just new models of tablet, and they can do anything e-book reader can do and then some. അതെന്താണ്? ഇതിലും ഇപ്പം നമ്മൾ പറഞ്ഞത് ആപ്പിൾ ഐപാഡൊക്കെ എന്താണ്? ടാബ്ലറ്റിൻ്റെ മോഡൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഡൗൺലോഡ് ആപ്സ് മെനി എഡ്യൂക്കേഷണൽ make these machines nearly comparable to computers. You can surf the web, play games, watch movies as well as ടേക്ക് ഫോട്ടോഗ്രാഫ്സ്. അപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് കുറച്ചധികം സാമ്യമുള്ളൊരു സംഭവമാണ് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, മൂവീസ് കാണാം, ഗെയിംസ് കളിക്കാം അല്ലേ. അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇ ബുക്ക് റീഡറിൻ്റെ ഇതായിട്ട് ഉപയോഗിക്കാം. അതാണ് ടാബ്ലറ്റ്സ്. നെക്സ്റ്റ്, സ്മാർട്ട് ഫോൺസ്. The older the students, the more likely they are to be wielding one of these. Like tablets, smartphones have many computer-like functions. They are also phones of course. They can run app and software, record audio and video, send and receive email, text, functionalities that can easily be channeled into classroom inquiry. അപ്പോൾ
നമുക്ക് ഈസിലി ഉപയോഗിക്കാൻ കഴിയുന്ന സംഭവമാണ് സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആപ്പുകൾ, ഒരുപാട് ഡിഫറെൻ്റ് ആപ്പുകൾ നമുക്കിതിൽ റൺ ചെയ്യാൻ കഴിയും. വീഡിയോ ആൻഡ് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയും. പിന്നെ ഇമെയിൽസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റും. ഒരു കമ്പ്യൂട്ടർ ലൈക്ക് ഡിവൈസ് ആണല്ലോ സ്മാർട്ട് ഫോൺസൊക്കെ. അപ്പോൾ ഇമെയിൽ സെൻഡ് ചെയ്യാണ്ട് റിസീവ് ചെയ്യാൻ പറ്റും. പിന്നെ ഫങ്ഷണാലിറ്റീസ് ദാറ്റ് ക്യാൻ ഈസിലി ബി ചാനൽഡ് ഇൻ ടു ക്ലാസ് റൂം ഇൻക്വയറി. ഇപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ വരുന്ന ആവശ്യങ്ങൾക്കാണെങ്കിലും നമുക്ക് എന്തോ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സ്മാർട്ട് ഫോൺ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സം മൊബൈൽ ലേണിംഗ് ആപ്പ്. അപ്പോൾ നമ്മൾ ലേണിംഗ് ആണ് പറയുന്നത്. ലേണിങ്ങിൻ്റെ ഒരുപാട് എന്താ പറയുക, ഡിവൈസസ് നമ്മൾ പഠിച്ചു, അതിൻ്റെ യൂസ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഏത് ഡിവൈസ് ആണെങ്കിലും, ഏത് മൊബൈൽ ഫോൺ ആണ്, ലാപ്ടോപ്പ് ആണെങ്കിലും, ടാബ്ലെറ്റ്സ് ആണെങ്കിലും, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എഡ്യൂക്കേറ്റ് അല്ലെങ്കിൽ ലേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലേണിങ്ങിൽ ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ ലേണിങ്ങിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കുറച്ച് മൊബൈൽ ലേണിംഗ് ആപ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. Evernote. First one ആണ് Evernote. Students can keep note and gather sources for their project, all of which can be shared with their teachers and classmates. അപ്പോൾ ഈ എവർനോട്ട് എന്നുള്ള ആപ്പ് അതൊരു എഡ്യൂക്കേഷണൽ അല്ലെങ്കിൽ മൊബൈൽ ലേണിംഗ് ആപ്പാണ്. ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റുഡൻസ് ക്യാൻ കീപ്പ് നോട്ടുകൾ കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. ഗ്യാദർ സോഴ്സസ് ഫോർ ദെയർ പ്രോജക്റ്റ്, നമ്മുടെ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള സോഴ്സസ് ഒക്കെ നമുക്കിതിലൂടെ കണ്ടെത്താൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത വർക്ക് കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനും നമ്മുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു മൊബൈൽ ആപ്പാണ് എവർനോട്ട് എന്ന് പറയുന്നത്. എനി ഡൗട്ട്? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. മൊബൈൽ വഴിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ജനറേഷന് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ട്വിറ്റർ. Allow users share their thoughts, questions, links, photos and videos. Students can tweet in journalism classes, posting report online in real time, for instance, or on field trips, sharing what they are discovering on their ട്രിപ്സ്. അപ്പോൾ ട്വിറ്ററിൽ നമ്മൾ എന്തൊക്കെ നമുക്ക് ട്വീറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ തോട്ട്സ്, നമ്മുടെ ക്വസ്റ്റ്യൻസ്, ഫോട്ടോസ്, വീഡിയോസ് എല്ലാം നമുക്ക് എവിടെ ഷെയർ ചെയ്യാൻ പറ്റും? ട്വിറ്ററിൽ ഷെയർ ചെയ്യാൻ പറ്റും. ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്യാൻ പറ്റും. ന്യൂസൊക്കെ ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ ട്വിറ്ററും. നെക്സ്റ്റ് വൺ Socrative. This web-based student response system enables you to access the real-time multiple choice, short answer and true or false questions, how much of the material your students understand. ഇതെന്താണ്? ഒരു വെബ് ബേസ്ഡ് സ്റ്റുഡൻസ് റെസ്പോൺസ് സിസ്റ്റമാണ്. അപ്പോൾ സോക്രട്ടീവ് എന്ന് പറയുന്നത് വെബ് ബേസ്ഡ് സ്റ്റുഡൻസ് റെസ്പോൺസ് സിസ്റ്റമാണ്. ഇത് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിൽ? യു ടു ആക്സസ് ഇൻ റിയൽ ടൈം മൾട്ടിപ്പിൾ ചോയ്സ്, അതുപോലെ തന്നെ ഷോർട്ട് ആൻസർ, ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻസ് ഒക്കെ. ഹൗ മച്ച് ഓഫ് ദ മെറ്റീരിയൽ യുവർ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ കുട്ടികൾ എത്രത്തോളം പഠിച്ചു എന്നതിനെ കുറിച്ചിട്ടുള്ള അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നമുക്ക് ഇതിലൂടെ കഴിയും. സ്മാർട്ട് സ്റ്റുഡൻറ്റ് റെസ്പോൺസ് ആണിത്. Students enter their answers on their own devices, allowing them the privacy to answer candidly, and result are tabulated immediately, instant feedback. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ ആൻസേഴ്സ് അവരുടെ ഡിവൈസ്, അവർ ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടാണോ ഇത് എടുക്കുന്നത് ആ ഡിവൈസ് വഴി അവർക്ക് അതവിടെ എൻ്റർ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവർക്ക് ഇൻസ്റ്റൻറ്റ് ഫീഡ്ബാക്കും കിട്ടും. SAT prep app. Student can get quizzed on the SAT different sections via subject organized practice questions. They can take tests, timed and untimed, which are scored immediately to provide them with feedback on potential problems areas and how to correct them. അപ്പോൾ ഇതെന്താണ്? സാറ്റ് പ്രെപ്പ് ആപ്പ്. ചിത്രത്തിൽ തന്നെ നോക്കൂ.
കുട്ടികളെ കൈ പിടിച്ച് കയറ്റാൻ അല്ലേ. അപ്പോൾ സ്റ്റുഡൻസ് ക്യാൻ ഗെറ്റ് ക്യൂസ്ഡ് ഓൺ ദി ഡിഫറെൻറ്റ് സെക്ഷൻസ് വയ സബ്ജക്റ്റ് ഓർഗനൈസ്ഡ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ദേ ക്യാൻ ടേക്ക് ടെസ്റ്റ്. നമുക്കൊരു സമയം വെച്ച് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സമയമില്ലാത്ത അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്യാത്ത എക്സാംസ് ഒക്കെ ഇതിൽ ടെസ്റ്റൊക്കെ നടത്താം. വിച്ച് ആർ സ്കോർഡ് ഇമ്മീഡിയറ്റ്ലി ടു പ്രൊവൈഡ് ദം വിത്ത് ഫീഡ്ബാക്ക് ഓൺ പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഏരിയാസ് ആൻഡ് ഹൗ ടു കറക്റ്റ് ദം. അപ്പോൾ അവർക്ക് കുഴപ്പമുള്ള ഏരിയ കണ്ടെത്താനും അതിനെ കവർ ചെയ്യാനും അത് എന്താ പറയുക, അതിനുള്ള ഫീഡ്ബാക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ആപ്പാണിത്. ഇനി അപ്പോൾ നമ്മൾ ലേണിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ലേണിങ്ങിൽ നമ്മൾ എന്താണ് ലേണിംഗ് എന്ന് പറഞ്ഞു. ലേണിംഗ് അത് യൂസ് ചെയ്യാനുള്ള ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞു. കൂടാതെ തന്നെ കുറച്ച് മൊബൈൽ ലേണിംഗ് ആപ്പിനെ കുറിച്ചും പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ്, നമ്മൾ ഈ മൊബൈൽ ലേണിംഗ് കൊണ്ട് നമുക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓൾറെഡി നമുക്കറിയാം അല്ലേ, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക, പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജാണ്. നോക്കാം, നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് മൊബൈൽ ലേണിംഗ്. ഫസ്റ്റ് വൺ, flexibility to learners. Flexibility is not limited to any one place or time anymore. Flexibility in learning also involves learning using videos, podcasts and other popular multimedia assets on smartphones. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി ഇത് ഇവിടെ ലിമിറ്റഡ് അല്ല ടു എനി വൺ പ്ലേസ് ഓർ ടൈം എനി മോർ. അപ്പോൾ നമുക്ക് ഏത് സ്ഥലത്ത് വെച്ച് വേണമെങ്കിലും ഏത് സമയത്ത് വെച്ച് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺസോ ടാബ്ലറ്റ്സോ ലാപ്ടോപ്പോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൊളാബറേറ്റീവ് ലേണിംഗ്. സെക്കൻഡ് വൺ ആണ് കൊളാബറേറ്റീവ് ലേണിംഗ്. എൻഗേജിങ് ലേണേഴ്സ് ടുവേർഡ്സ് ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഓൺലൈൻ ലേണിംഗ് കമ്മ്യൂണിറ്റീസ് ഈസ് മോർ എഫക്റ്റീവ് യൂസിങ് മൊബൈൽ ഡിവൈസസ്. അപ്പം നമ്മൾ മൊബൈൽ ഡിവൈസസ് ഉപയോഗിക്കുന്നതിനുള്ളൊരു എഫക്റ്റീവ് യൂസ് ആണ് എന്ന് പറയുന്നത് എന്താണ്, ഓൺലൈൻ ലേണിംഗ് കമ്മ്യൂണിറ്റീസ് അവരുമായിട്ടുള്ള ഒരു എന്താ പറയുക, കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിലുള്ളതിനേക്കാട്ടിലുപരി ഒരുപാട് ആൾക്കാരുടെ ഒപ്പീനിയൻസും തോട്ട്സും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് മൊബൈൽ ലേണിങ്ങിൽ ഉള്ളത്. ഹയർ എൻഗേജ്മെൻറ്റ്. Extend research and statistics reveal a higher engagement rate when courses are delivered using mobile format. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ സാധാരണ ഒരു ക്ലാസ്സിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടമാണ് ടെക്നോളജിക്കൽ ബേസ്ഡ് ക്ലാസ് റൂം അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സ്കൂളുകളിലൊക്കെ സ്മാർട്ട് ക്ലാസ്സൊക്കെ പറയുന്ന പോലെ അത് സാധാരണ ഉള്ള ഒരു ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അവിടെ ഇരിക്കാനും ക്ലാസ് കാണാനും ഒക്കെ അല്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, ഹയർ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിലിരിക്കുന്ന ഇതിനേക്കാട്ടിലും ഫുൾ ഇൻവോൾവ്ഡ് ആയിട്ടൊക്കെ ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ അവരെ ഇൻട്രസ്റ്റ് ആണ് അവിടെ. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഹയർ എൻഗേജ്മെൻറ്റ് അവിടെ ക്ലാസ്സിൽ ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. എക്സ്റ്റെൻഡ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരുപാട് റിസർച്ച് വർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ റിവീൽ ചെയ്യുന്നത് അതാണ്. ഹയർ എൻഗേജ്മെൻറ്റ് റേറ്റ് വെൻ ദ കോഴ്സസ് ആർ ഡെലിവേർഡ് യൂസിങ് ദി മൊബൈൽ ഫോർമാറ്റ്. അപ്പോൾ മൊബൈൽ ഫോർമാറ്റിലൂടെ ഉള്ള ലേണിങ്ങിന് കൂടുതൽ ഹയർ എൻഗേജ്മെൻ്റ് ഉണ്ട് എന്നുള്ളത് റിസർച്ചുകളും സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കുകളൊക്കെ പ്രകാരം തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇനി multi-device support. The same course is available on variable devices ranging from personal computers, laptops, tablets and smartphones. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഏത് ഡിവൈസ് ഉപയോഗിച്ചിട്ടും സെയിം കോഴ്സ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ബ്ലെൻഡിങ് ദ ലേണിംഗ് സ്റ്റൈൽ. അടുത്ത അഡ്വാൻറ്റേജ് ആണ് ബ്ലെൻഡിങ് ദ ലേണിംഗ് സ്റ്റൈൽ. ലേണിംഗ് സ്റ്റൈൽസിനെ ബ്ലെൻഡ് ചെയ്യുന്നു. മൊബൈൽ ലേണിംഗ് എൻവയോൺമെൻറ്റ് വിൽ ഓൾവേസ് റെപ്രസെൻറ്റ് എ മച്ച് ബെറ്റർ പാത്ത് ടു ദി ഹോൾ കൺസെപ്റ്റ് ഓഫ് ബ്ലെൻഡഡ് ലേണിംഗ്, ഫിസിക്കൽ മൂവ്മെൻറ്റ്, പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ലേണിംഗ് സ്റ്റൈൽ ആൻഡ് ഡിജിറ്റൽ ഇൻ്ററാക്ഷൻസ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഒരു ബ്ലെൻഡിങ്ങും കൂടിയാണ് എവിടെ എന്ന് പറയുന്നത് ലേണിങ്ങിലുള്ളത് എന്നാണ് പറയുന്നത്.
easy access. Mobile learning provide easy access to the learning at any time, which is more convenient to the learners. അപ്പോൾ ലേണേഴ്സിന് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏത് സമയത്തും എവിടെ വെച്ചും നമുക്കിത് ആക്സസിബിൾ ആണ്. എന്തുമാത്രം നോക്കിയാൽ മതി, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സോ വീഡിയോസോ ഒക്കെ ആണെങ്കിൽ ഇൻ്റർനെറ്റ് ഫെസിലിറ്റിയും കൂടെ ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. അതുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും ആക്സസിബിൾ ആയിട്ടുള്ള കാര്യമാണ് മൊബൈൽ ലേണിംഗ് എന്ന് പറയുന്നത്. Learners have an advantage of spending their free time during traveling, in between meetings or during weekends, to focus on subject they want to learn. അപ്പോൾ ഈസി ആക്സസ് ആണെന്ന് പറഞ്ഞു, അത് എപ്പോഴും എനിവേർ എനി ടൈം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രീ ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മീറ്റിങ്ങിൽ ആവുമ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വീക്കെൻഡ്സിലൊക്കെ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമ്മൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കാൻ ലേണിംഗ് വഴി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സബ്ജക്റ്റ് നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ടുണ്ടോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് ആർക്കും ഡൗട്ട് കാണാൻ വഴിയില്ല. അപ്പം മൊബൈൽ ലേണിംഗ് ഡിവൈസസ് ഏതൊക്കെയാണ് പറഞ്ഞ മൊബൈൽ ലേണിംഗ് ഡിവൈസസ്? സെൽ ഫോൺസ്, ഇ ബുക്ക് റീഡേഴ്സ്, ടാബ്ലറ്റ്സ്, സ്മാർട്ട് ഫോൺസ്. പിന്നെ നമ്മൾ പറഞ്ഞത് കുറച്ച് മൊബൈൽ ലേണിംഗ് ആപ്സിനെ കുറിച്ചാണ്. ഏതൊക്കെയാണ് പറഞ്ഞത് നമ്മൾ? എവർനോട്ട്, ട്വിറ്റർ, സോക്രട്ടീവ്, സാറ്റ് പ്രപ്പ് ആപ്പ്, അതൊക്കെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? മൊബൈൽ ലേണിംഗ് ആപ്പുകൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് അഡ്വാൻറ്റേജസ് ആണ്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് മൊബൈൽ ലേണിംഗ് പറയൂ. ഫ്ലെക്സിബിലിറ്റി ടു ലേണേഴ്സിന് ഫ്ലെക്സിബിൾ ആണ്. കൊളാബറേറ്റീവ് ലേണിംഗ്, ഹയർ എൻഗേജ്മെൻറ്റ്, മൾട്ടി ഡിവൈസ് സപ്പോർട്ട്, ബ്ലെൻഡിങ് ദ ലേണിംഗ് സ്റ്റൈൽ, ഈസി ആക്സസ്. ഇത്രയും അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഡൗട്ടുള്ള ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 2 വർക്കാണ് തരാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും കറക്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം. നോട്ട് ചെയ്തോളൂ. വാട്ട് ആർ ദി റോൾ ഓഫ് ലേണിംഗ് ഇൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം? നമ്മുടെ ഇന്നത്തെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ മൊബൈൽ ലേണിംഗ് അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ റോൾസ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു ചെറുതായിട്ടൊരു ബ്രീഫ് നോട്ട് തയ്യാറാക്കിയിട്ട് വരാം. ഡൗട്ടിലുള്ള ചോദ്യം, വാട്ട് ആർ ദ റോൾസ് ഓഫ് ലേണിംഗ് ഇൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം? സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ലേണിംഗ് ഇൻ പ്രസൻറ്റ്. ഒന്ന് മതി, ഫസ്റ്റിലെ മാത്രം മതി. വാട്ട് ആർ ദ റോൾ ഓഫ് ലേണിംഗ് ഇൻ എഡ്യൂക്കേഷണൽ സിസ്റ്റം? ഒറ്റ വർക്കേ ഉള്ളൂ. ഒരു ബ്രീഫ് നോട്ട് തയ്യാറാക്കിയിട്ട് വരും. സെക്കൻഡ് വൺ വേണ്ട. ഓക്കെ, താങ്ക് യു.